കരിക്കുണ്ടാ? കരിക്ക് വെൽക്കം ബാക്ക് ടു സുബ വ്ലോഗ്സ്. ഹലോ. ഇന്ന് എന്തൊക്കെയാണ് പരിപാടീസ്? രാവിലെ കുഴിമന്തി കഴിക്കാം. ഇത് കുഴിമന്തി നമ്മുടെ ഹെൽത്തിന് ഗുഡാണോ ബാഡാണോ എന്നൊന്നും നമുക്കറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇന്നലെ ലെഫ്റ്റ് ഓവർ സംഗതി ആയിരുന്നു. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. സോ വി ഡിസൈഡഡ് ടു ഹാവിങ് ദിസ്. ഇവിടെ ഒരാൾ എണീറ്റ് വന്ന് പാല് കുടിക്കുന്നതേ ഉള്ളൂ അല്ലേ? അച്ചുകുടി കുടിക്കൂ കുടിക്കൂ. മതി മതി മതി. ഇനി ബസ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ബസ് വളരെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇനി ബസ്സിന് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്ന് എന്തെങ്കിലും നടക്കുമെന്നുണ്ടെങ്കിൽ. നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡേ മൈ ലൈഫാണ് കേട്ടോ. അത് പറയാൻ മറന്നു. ഇന്ന് മെയ് ദിനം അല്ലേ? മെയ് ദിനം എവിടെയല്ലേ പോണോ? ഇന്ന് വൈകിട്ട് നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും പോയേ പറ്റുള്ളൂ. പാട്രിയോട്ട് ആണ്, എന്താ പറയാ, പാട്രിയോട്ട് സിനിമ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാട്ടാക്കടയില്ല കേട്ടോ. അപ്പോൾ എവിടെ പോയാലും നമ്മൾ 5 മണിയാകുമ്പോൾ തിരിച്ചു വരേണ്ടതാണ്. നമുക്ക് സിനിമ കാണാം. ഭയങ്കര എൻ്റെ ട്രെയിലറൊക്കെ അടിപൊളി സൂപ്പർ ഗംഭീരമായിരുന്നു. സോ നമുക്ക് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമുക്കിനി കുറച്ച് പുറത്തേക്ക് പോകണത് എവിടെയാണ്? ഭീമാപള്ളിയിൽ അവിടെ കുറച്ച് സാധനം, ഒരു സാധനം മേടിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും. അന്നിക്ക് ഞാൻ പറയാം. സിനിമയ്ക്കോ? ഏത് സിനിമയ്ക്കാ പോണം? ആട്ടാക്കടയാ? എന്റെ കൊച്ചു വിജയ് ഫാനായി പോയതുകൊണ്ട് വിജയ് സിനിമയാണ് അവന് കാണാൻ ആവശ്യം. ആരാ വിളിക്കുന്നത്? ഇടയ്ക്ക് നമുക്ക് ശ്യാം ചേട്ടന്റെ കോള് വന്നു. നമ്മളത് കട്ട് ചെയ്തത് വീഡിയോ. എനിവേസ് നമ്മൾ ആദ്യം ഇറങ്ങിയത് സ്കൂട്ടറിലാണ് കേട്ടോ. പിന്നെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഇത്രയും ദൂരം വരെ പെട്രോൾ അടിച്ച് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ നമ്മള് സ്കൂട്ടറൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഡോർ പൂട്ടാറിയപ്പോഴത്തേക്കും അടുത്ത വീട്ടിൽ ആന്റി വലിച്ചിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു പണിയില്ല ഈ ചൂടത്ത് കൊച്ചിനെ വെച്ചുകൊണ്ടേ വേലത്ത് പോവാനെന്ന്. നിങ്ങൾക്ക് കാറിൽ പോയിക്കൂടെ? അപ്പൊ അതിന് മുന്നേ വരെ ഏട്ട എന്നെ കിടന്ന് പള്ളുവിളിയോട് നീ കാരണമാണ് ഈ സ്കൂട്ടറിൽ പോണത്, മര്യാദക്ക് ഈ കാറിൽ പോകാനുള്ളതിന് പറഞ്ഞിരുന്ന്. ഇപ്പൊ ഈ ആന്റി കൂടെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ശരിക്കും 2 മണി ആവുന്ന കേട്ടോ. സാധാരണ ഈ 2 മണി സമയത്തൊക്കെ ഇന്നലെ ഇങ്ങനെ ഫുൾ മൂടി കെട്ടി മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ റെയിൻകോട്ടൊക്കെ വണ്ടിയുടെ സ്കൂട്ടറിന്റെ ഉള്ളിലൊക്കെ ആക്കി വെച്ച് നമുക്ക് പോവാമല്ലോ എന്ന് പറഞ്ഞിരുന്നു. 2 മണിക്ക് സൂര്യൻ ഉച്ചിയിലടിച്ച് നിൽക്കുന്നു. ഇന്ന് മഴയുടെ ഒരു കോളും കാണുന്നില്ല. കാരണം നീലാകാശമാണ്. മഴ പെയ്യോ എന്തോ. കാറിൽ പോവാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാറൊക്കെ എൻ്റെ ഒരു വ്യൂ പോയിന്റില് ഹോസ്പിറ്റലിൽ പോവാനും ഇച്ചിരി ലോങ് പോവാനും ഇതിനൊക്കെ നമുക്ക് കാറൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ആലപ്പുഴയിൽ പോകണം, നമുക്ക് കാറ് വേണം. ഹോസ്പിറ്റലിൽ കൊച്ചിനും കൊണ്ട് നല്ല പനിയായിരിക്കണം, നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകണം, കാറ് വേണം. ഇങ്ങനെയുള്ള എന്താ പറയാ ക്രിട്ടിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് കാർ ഉപയോഗിക്കാം. അല്ലാതെ എനിക്ക് എല്ലാവരുടെ ഇഷ്ടം സ്കൂട്ടറിൽ പോകാനാണ് ഇഷ്ടം. കാരണം എന്നെ പെട്ടിട്ടത് കാറിലല്ല എന്ന് എനിക്ക് നല്ല വണ്ണം ബോധ്യമുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബൈക്കാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. നമുക്ക് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം. ഭയങ്കര ദാഹം. താഴ്ച ചെയ്യാം. വസുവിന് ഇവിടെ കാണുന്ന സംഗതികളൊന്നും വേണ്ട. വസുവിന് ബൂസ്റ്റിട്ട പാൽ സർബത്താണ് അത്ര വേണ്ടത്. വസുവിന് ഇത് കൊടുത്തുകൂടാ. പിന്നെ ഇപ്പൊ പറയണത് കരിക്ക് വേണമെന്ന്. കരിക്ക് ചോദിക്കാത്ത ആൾക്കിന്ന് കരിക്കിൻ്റെ ഭയങ്കര അത്യാവശ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ കരിക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് വസുവിന് കരിക്ക് വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് 2 ഞാൻ എന്താ പറഞ്ഞത്, ഷമാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷമാം ഷേക്ക്. ആലപ്പുഴയിൽ വെച്ച് അച്ഛൻ എന്നും വാങ്ങിച്ചിട്ടുണ്ട് വരും. ചെന്ന് നമ്മൾ പണ്ട് അച്ഛൻ വാങ്ങുമായിരുന്നു കല്യാണത്തിന് മുന്നേ. എന്നാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഷേക്ക് ഉണ്ടാക്കി കുടിക്കാൻ. ഇപ്പം എന്നാൽ അച്ഛൻ വാങ്ങിച്ചിട്ട് വരും. ഇപ്പം നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞാലും തലേന്ന് വാങ്ങിച്ചു വെച്ചിരിക്കും ഷേക്ക് ഉണ്ടാക്കാൻ. നമ്മൾ രാത്രി ഫുഡ് കഴിയുമ്പോഴേക്കും ഒരു ഷേക്ക്, അത് നിർബന്ധമാണ് നമുക്കിപ്പം. അങ്ങനെ
വാ വാ. ഞാൻ പറ്റില്ല. എടാ ആ വസം മക്കളല്ലേ കരിക്ക് വേണമെന്ന് പറഞ്ഞത്? തലയില് നോക്ക്. നീയല്ലേ ഇപ്പൊ കരിക്ക് വേണമെന്ന് പറഞ്ഞ? ഇല്ല. പിന്നെ കരിക്കില്ല അവിടെ. കരിക്ക് അങ്ങോട്ട് പോകുമ്പോഴില്ല. ഇത് കരിക്ക് വേണ്ടായിരുന്നോ? ഇത് മതിയായിരുന്നോ? എന്തത്? എന്താ ജ്യൂസാ? ഓറഞ്ച്. എന്താ ടീച്ചാ? ഓറഞ്ച്. എനിക്കെന്ത്? ഞാനിപ്പോ ചെറിയ കുടിച്ചാൽ ശരി, അതൊക്കെ സ്ട്രോ ഇട്ട് തന്നല്ലേ. ശരാ പരിഷ്കാരി. പണ്ട് എനിക്ക് സ്വഭാവം, എനിക്ക് ഇന്ന് സ്വഭാവമല്ല. ഞാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴും പല ഗ്ലാസ് എടുത്ത് കുടിക്കും മുന്നേ ഈ വട്ടം മുഴുവൻ അമ്മയെ കൊണ്ട് ഒരു റൗണ്ട് കുടിപ്പിക്കും. എന്നിട്ട് ഞാൻ കുടിക്കുള്ളായിരുന്നു പണ്ട്. എൻ്റെ അതൊരു എന്ത് ശീലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ കുടിച്ച് കൺഫേം ചെയ്തിട്ടേ ഞാൻ കുടിക്കുള്ളായിരുന്നു. ഇതിപ്പോ നേരെ തിരിച്ച്, ഞാൻ കുടിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡ് വെച്ചേ കുടിക്കുള്ളൂ. ഉണ്ടെന്ന് കണ്ട ഈ ചെറുക്കൻ കുടിച്ചില്ല. ഇന്നലെ രാത്രി അടിച്ച കെട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുക രാവിലെ. തലവേദന പമ്പ കിടക്കും. അല്ലെങ്കിലേ ഞാനും നീ കുടിച്ച് ട്രൗസർ ഇട്ട് തുടങ്ങാനാണ് നാട്ടുകാർ പറയുന്നത്. അടുത്ത ഇതില് ട്രൗസർ ഒക്കെ ഇട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കുടിച്ചത് മാത്രം പറഞ്ഞതില്ല, ബിയർ മാത്രം. ബീച്ചല്ല മക്കളെ. ആണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നാ വണ്ടി ഇടാൻ സ്ഥലം കിട്ടൂല. കണ്ടില്ലേ, ഇത് കുറച്ച് പാടാണ് ഇവിടെ വണ്ടി ഇടാൻ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ലാപ്ടോപ്പിന്റെ ഒരു കുട്ടി പാർട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ കുറച്ച് ചീപ്പ് റേറ്റിൽ കിട്ടും. തിളച്ചു കിടക്കണ കടൽ ഗൈസ്. വലിയ തുറ ബീച്ച്. അച്ഛൻ്റെ ഡോക്ടറായിട്ട് കണ്ടാലും എനിക്ക് പൊങ്കാല ഇടുക. ഇതൊന്നും കൊടുത്തിട്ട് കൊണ്ട് ചെല്ലരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അലർജിക്ക് ആയതുകൊണ്ട് ഈ കൊക്കോ കണ്ടന്റ് ഉള്ളത് കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ആര് കേൾക്കാൻ? പിന്നെ നമ്മളും കുറച്ച് സൂക്ഷിക്കണം. ഇങ്ങനെ കൊച്ചിന്റെ മുന്നിച്ച് തിന്നാൻ പാടില്ല. ഇത് ശിവൻ കണ്ട് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്, അതാണ് പ്രശ്നം. ഒളിച്ചു വെച്ച് കഴിക്കാനായിട്ട് ശംഖുമുഖം ബീച്ച്. കടൽ ഇങ്ങ് കയറി കേട്ടോ. നോക്ക്, നമ്മളെന്നും ഇവിടെ വന്നിരുന്ന് പോവേ ഉള്ളു. വസു മതി മക്കളെ കഴിച്ചത്, മതി ഷെയറിങ്. ഡോക്ടർ എന്തോ പറഞ്ഞ നിന്റെ അടുത്ത്? ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല പറഞ്ഞ ഓർക്കണ്ട? നീ ഓർക്കൂല? മതി ചക്കര. നല്ല ഒത്തിട്ടല്ലേ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ വന്നു. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? കാട്ടാക്കട കാളിദാസിലാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ തന്നെ വരാം. അങ്ങനെ നമ്മൾ 5 മണിക്കത്തെ ഷോയ്ക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. വിജയകരമായ സിനിമ കണ്ടിട്ട് വന്നിട്ടുണ്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് കണ്ടില്ല. കേസി ചെറുക്കനും മുള്ളാപ്പൊട്ടി ഇവൻ കിടന്ന് ബഹളം വെച്ച് ഞാൻ പിന്നെ ഇറങ്ങി. പിന്നെ ഞാൻ കയറിയില്ല, കാരണം ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കയറിയിട്ട് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട്. ഇടയിൽ കൂടെ അങ്ങ് അറ്റത്തെ സീറ്റായിരുന്നു. അങ്ങനെ കണ്ടതിന്റെ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ച് ക്ലൈമാക്സ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കും. നമ്മൾ വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് ഞാൻ ഒരു ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഏട്ടാ വാങ്ങിച്ചത് പൊറോട്ടയും ബീഫ് കറിയും. ബീഫ് കറി കാണിക്ക്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഒരു പൊറോട്ടയും കറിയും മോഷ്ടിച്ചു. നല്ല രസം കൊണ്ടാണ് ഫുഡ് ചാനൽ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. അസുവിന് ഇടിയപ്പം കറി ഒന്നും വേണ്ടാവുന്നു.
ഞാനിത് വാരി തരാനാ? കരികുടി മുക്കിട്ട് വേണ്ട. അപ്പം കറി വേണ്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.